ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം ഇല്ലേ? അപ്പൊ അതിനായിട്ടും കൃത്യമായ ക്രമീകരണങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കൂടെ ആരോഗ്യ വകുപ്പിന്റെ ഹെഡാണുള്ളത്, നാഷണൽ ഹെൽത്ത് മിഷൻ സാറേ. നാഷണൽ ഹെൽത്ത് മിഷന്റെ അതെ DPM സാറേ, എങ്ങനെയാണ് ഈ ഇവിടുത്തെ ക്രമീകരണങ്ങൾ ഒരുക്കിയത്? പൊതുവെ എല്ലാവരും അറിയുന്ന പോലെ തന്നെ നമ്മൾ തൃശ്ശൂർ പൂരത്തിന് അത്രയധികം ജനങ്ങൾ പങ്കെടുക്കുന്ന ലോക പ്രശസ്തമായൊരു പൂരമാണ് കേരളത്തിലെ മറ്റു പൂരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അതുകൊണ്ട് തന്നെ വെച്ചാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലാ ആശുപത്രി കേന്ദ്രീകരിച്ച് പെട്ടെന്നുണ്ടാകുന്ന ഏതു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാനുള്ള ഒരു ടീമിനെ ഇന്ന് മുതൽ നാളെയും മറ്റന്നാൾ ഉച്ചയ്ക്ക് പകൽപൂരം കഴിയുന്നവരെയുള്ള സമയത്തേക്ക് ആ ഒരു സജ്ജീകരണം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇതിൽ എല്ലാതരം സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ, സർജന്മാർ, ഓർത്തോപീഡീഷ്യൻസ്, മെഡിക്കൽ സ്പെഷ്യലിസ്റ്റുകളൊക്കെ ഉണ്ട്. പിന്നീട് നമ്മൾ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടും ആ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പൂരപ്പറമ്പിന്റെ നമ്മുടെ സ്വരാജ് റൗണ്ടിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് മെഡിക്കൽ ടീമുകളുണ്ട്. പെട്ടെന്ന് തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൂടുതലും വരുന്ന പ്രശ്നങ്ങൾ വെച്ചാൽ ചൂടുമായി ബന്ധപ്പെട്ട് വരുന്നതും ഒക്കെയുള്ള പ്രശ്നങ്ങളാണ്. കുഴഞ്ഞു വീഴുന്ന സാധ്യത ഉള്ളൊരു സാഹചര്യമാണ് സാധാരണ പൂരത്തിന് കണ്ടുവരുന്നത്. അവരെ പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ എടുത്ത് ജനറൽ ഹോസ്പിറ്റലിൽ എത്തിക്കാനും പ്രാഥമിക ചികിത്സ നൽകാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ആംബുലൻസുകളൊക്കെ സജ്ജമാണ്, മെഡിക്കൽ ടീമും സജ്ജമാണ്. എല്ലാം കൊണ്ടും ഈ ആരോഗ്യ വിഭാഗം ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ ക്രമീകരണങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസം തന്നെ DMOയുടെ ഒരു പത്രക്കുറിപ്പ് എല്ലാവരും കണ്ടു കാണും. അതുപോലെ തന്നെ ഒരു വീഡിയോ പേറ്റും പ്രചരിപ്പിക്കുന്നുണ്ട്. അത് പൊതുജനങ്ങളിലേക്ക് അത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആളുകൾ അത് വേണ്ടത്ര കേട്ടിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ആരോഗ്യ കേരളത്തിന്റെ ജില്ലാ പ്രോഗ്രാം മാനേജറായിട്ടുള്ള ഡോക്ടർ P. സജീവ് കുമാറാണ് ഇപ്പോൾ കൃത്യമായി തന്നെ ആരോഗ്യവകുപ്പ് എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഇവിടെ പൂരനഗരിയിൽ ഒരുക്കിയിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ആംബുലൻസ് സംവിധാനങ്ങളുണ്ട്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ തവണയൊക്കെ നമുക്ക് പൂരങ്ങളിൽ ഇതുവരെ കഴിഞ്ഞ പൂരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ഈ ആളുകൾ ക്ഷീണം കൊണ്ട് തലകറങ്ങി വീഴുന്ന ഒരു സാഹചര്യമാണ്. അത് ഈ ചൂടാണോ അല്ല ചൂടും അതുപോലെ തന്നെ നിർജ്ജലീകരണം എല്ലാവരും പൂരത്തിന്റെ ആവേശത്തിൽ ഇങ്ങനെ ഒന്നിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ചിലരൊക്കെ കയ്യിൽ വെള്ളമൊക്കെ കരുതാറുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക, നിർജ്ജലീകരണം തടയുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കൗണ്ടറുകളിലൊക്കെ ORS ഒക്കെ കൊടുക്കുന്ന സജ്ജീകരണങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇലഞ്ഞിത്ര മേളത്തിന് ഇടയ്ക്കാണ് പലപ്പോഴും പലരും കുഴഞ്ഞു വീണ് അവരെ ആശുപത്രിയിലേക്ക് അതെ അത് ഉണ്ടാവാറുണ്ട്. അത് ഇത്തവണ അതെ അതിലെ ആവേശം കൊണ്ട് ആ ഒരു മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ആവേശമാണല്ലോ ഇലഞ്ഞിത്ര മേളത്തിനോട് ആളുകൾ കാണിക്കുന്നത്. അതാണ് സംഗതി. ഡോക്ടർ സജീവ് കുമാർ പറയുന്നതും അത് തന്നെയാണ്. കാരണം ഇവിടെ വരുന്ന പൂരപ്രേമികളായിട്ടുള്ള ആളുകൾ ഈ വാർത്ത കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇങ്ങോട്ടേക്ക് പൂരം കാണാൻ വരുമ്പോൾ ഇന്നായാലും നാളെയായാലും ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് കൃത്യമായി നിങ്ങളുടെ കയ്യിൽ വെള്ളം കരുതുക. കാരണം കാലാവസ്ഥ ഏത് തരത്തിലായിരിക്കുമെന്ന് ആർക്കും നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ മഴയുടെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി ചൂടിന്റെ അന്തരീക്ഷം വരുന്നു, വെയിൽ വരുന്നു. ആ സമയത്ത് ചിലപ്പോൾ വലിയ തോതിൽ നിങ്ങൾക്ക് നിർജ്ജലീകരണം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ടതില്ല. കയ്യിൽ ഒരു കുപ്പി 1-2 കുപ്പി വെള്ളം കരുതി കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിച്ചുകൊണ്ട് ആരോഗ്യം കൃത്യമായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ വളരെ ഭംഗിയായി പൂരം ആസ്വദിച്ച് മടങ്ങുക. പൂരം അതിൻ്റെതായ ആ ഒരു ആഘോഷ രീതിയിൽ തന്നെ നന്നായി ആസ്വദിക്കുക. പൂരം ആഘോഷിച്ച് അത് ഉൾക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ, ഒപ്പം നമ്മുടെ ആരോഗ്യവും അല്ലെ ഡോക്ടറെ, ആരോഗ്യവും നമ്മൾ കൃത്യമായ രീതിയിൽ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പും പറയുന്നത്. എന്തായാലും ഈ ഒരു ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘിക്കുകയാണ്. അപ്പോൾ ഇനിയും ഡോക്ടർ വരണം, നമ്മൾ ഇടയ്ക്ക് കാണാം. എന്തായാലും താങ്ക് യു ഡോക്ടർ. അപ്പോൾ ഡോക്ടർ സജീവ് കുമാറാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്.